Hi friends, ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നു മാത്സിന്റെ the day just before Wednesday is അതായത് വെനസ്ഡേന് മുമ്പുള്ള ദിവസം ഏതാണെന്ന് അറിയുന്ന നമുക്ക് എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ട്യൂസ്ഡേ ആണ്. Wednesday, Thursday, Tuesday. അടുത്ത ക്വസ്റ്റ്യൻ one day dash hours. അതായത് ഒരു ദിവസം എത്ര അവേഴ്സ് ഉണ്ടാവുന്നത്. എപ്പോഴും നിങ്ങൾ എന്താണ് ലാസ്റ്റ് 12 മണിയാകുമ്പോ കുറെ മണിക്കൂർ ആവൂലേ, അതേപോലെ തന്നെ ഇവിടെ 20 ഇടുക. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താണ് രാവിലെ ആവാൻ 12 മണിയായിട്ട് നാളെ രാവിലെ ആവാനായിട്ട് 4 മണിക്കൂറല്ലേ, അപ്പൊ 24. എനിക്കറിയാം 24 ആണ്, പക്ഷെ നിങ്ങൾക്ക് അറിയാനായിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ 1 കിലോഗ്രാം ഡാഷ് കിലോഗ്രാം ഗ്രാം. അപ്പൊ അതായത് ഇവിടെ എന്താണ് 1 കിലോ എന്ന് വെച്ചാൽ എത്ര ഗ്രാം ഉണ്ടാവുന്നതായിരിക്കും? 1000 ഗ്രാം. ഇത് നിങ്ങൾ പഠിച്ച എന്താണ് മറക്കരുത്. എന്താണ് ഇത് ഇമ്പോർട്ടന്റ് ആയതുമാണ്, പിന്നെ ഇനിയും വരാനുള്ള സാധനങ്ങൾ തന്നെയാണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8 less than 15 is dash. അതായത് 8 ലെസ് ദാൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കുറയ്ക്കുന്നതാണ്. 8 15 ആയിട്ട് കുറയ്ക്കുക. അപ്പം ചെറിയ കുട്ടികൾക്ക് അറിയാത്തോണ്ട് തന്നെ ഞാൻ എഴുതി കാണിക്കാം. 15, 14, 13, 12, 11, 10, 9, 8. എന്നിട്ട് നമുക്ക് നോക്കാൻ അറിയാത്തോണ്ട് ചിലർക്ക് അറിയൂല. നോക്ക്, ഓക്കെ, നമുക്കിത് നോക്കാം. ആൻസർ കിട്ടുന്ന അടിയിലാണ്. അതെങ്ങനെയാന്ന് വെച്ചാ 1, 2 എന്നൊക്കെ എഴുതി നോക്കുക. 3, 4, 5, 6, 7 ആണ് അപ്പൊ ഇവിടത്തെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എളുപ്പമല്ലേന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 20 ആണ്. 1 more than 199 is dash. അതായത് 199 അടുത്ത 1 കൂട്ടിയാ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 1 കൂട്ടിയാ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന 200 ആണ്. ഹായ് ഗൈസ്, ഞാൻ അടുത്ത ഇതെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 21 200 219 is dash. അതായത് നമ്മൾ ഇവിടെ ഈ 100ന്റെ കൂട്ടത്തിൽ 19 ചേർത്താൽ നമുക്ക് 200ന്റെ കൂട്ടത്തിൽ 19 ചേർത്താൽ നമുക്ക് എന്താ കിട്ടുകയെന്ന്. അപ്പൊ നമുക്ക് നോക്കാം. നോക്ക്, 19 ഇങ്ങനെയല്ലേ എഴുതുന്നത്. 200ന് 2 മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഈ 19 എടുത്ത് 19, അതായത് വേർഡ്സിൽ തരും നമ്മൾ നമ്പറിലേക്ക് എഴുതണം. അടുത്ത ഭയങ്കര സിമ്പിൾ ആണ്. നമ്മളിപ്പോ എന്താണ് 5 എന്നാണ് ഇങ്ങനെ തുടങ്ങുന്നത്. അതായത് 50 എന്ന് വെച്ചോ, എന്നിട്ട് 5, എന്നിട്ട് 60 എന്ന് വെച്ചോ 5, അപ്പൊ 65. ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് 70, 75.
23rd question ആണ് 6 users. എന്താ 69-96. അതായത് ഇതിലേത് ഇതാണ് വലുതിലേക്ക് കൊടുക്കേണ്ടത്. അതായത് നോക്ക്, ഇതിപ്പോ 60 കുറവല്ലേ, 9 കൂടുതലല്ലേ. പിന്നെ ഇത് നേരെ ഇതേപോലെ ഇവിടെ ഫസ്റ്റ് 6 ആണ്, പിന്നെയാണ് 9 വരണേ. ഇവിടെ ഫസ്റ്റ് 9. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇങ്ങോട്ടാണ്. വലുതിന്റെ അടുത്തേക്ക് എപ്പോഴും ഈ സാധനം വായ തുറന്നിരിക്കും. അപ്പൊ വലുതിന്റെ അടുത്തേക്കാണ് എപ്പോഴും ഇടേണ്ട. ഇതാണ് അപ്പൊ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത 24th ക്വസ്റ്റ്യൻ നോക്കാം. Which day comes between Wednesday and Friday? അതായത് നമ്മള് ഈ ഫ്രൈഡേന്റെയും വെനസ്ഡേന്റെയും നടുക്ക് ഏതാണ് വരുന്നത്? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എല്ലാവർക്കും പറ്റുന്നതാണ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. തേഴ്സ്ഡേ ആണ്. അപ്പോൾ തേഴ്സ്ഡേന്റെ സ്പെല്ലിംഗ് ഞാൻ എല്ലാം THURSDAY. നിങ്ങളിപ്പോ കണ്ടോ, ഈ 10 ക്വസ്റ്റ്യനില് EVSന്റെ 2 ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. ഇതൊക്കെ ചോദിക്കുന്നത് തന്നെയാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25. 20 more and 70 is dash. അതായത് എന്താണ് ലെസ് ദാൻ എന്ന് വെച്ചാൽ, ലെസ് എന്ന് വെച്ചാൽ കുറയ്ക്കുക, എന്താണ് മോർ എന്ന് വെച്ചാൽ കൂട്ടുക. അതായത് അപ്പൊ ഇവിടെ വരേണ്ട ആൻസർ ഞാൻ എഴുതി കാണിക്കാം. ഇതേപോലെ നോക്ക്. 7 1 2 3 പഠിക്കുന്നതാണ്. 7 കഴിഞ്ഞിട്ട് നമ്മൾ 1 കൂട്ടിയ 8 ആവൂലേ. എന്നിട്ട് അതേപോലെ രണ്ടാമത്തെ കൂട്ടിയ 9 ആവും. അപ്പൊ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നത് തന്നെയാണ്. നമുക്ക് കിട്ടുന്നത് 90. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനിയും നാളെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും രാത്രി.